മഴതോറും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന ശരണ്യയെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു കോളനിയിലേക്ക് പോവാണ്. അവൾക്ക് ആശ്വാസം പകരണം. ഇന്നലെ പോയപ്പോൾ അവിടെ കുറേയധികം പ്രശ്നങ്ങളും ബഹളമൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും പിന്മാറാൻ അലീന തയ്യാറായില്ല. ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇനി അവൾക്കൊരു പോറൽ പോലും ഏൽക്കരുത് എന്ന നിർബന്ധം അലീനക്കുണ്ടായിരുന്നു. പോകുന്നതിന് മുൻപ് തന്നെ ബാലചന്ദ്രൻ അവളെ തടയാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണമോളെ എന്ന് ചോദിക്കും. പക്ഷേ അലീന വിട്ടുകൊടുക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പോയിട്ട് വരാം, പോകാതിരുന്നാൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. തളർന്നു പോയ ആ ഒരു പെൺകുട്ടിയെ കൈപ്പിടിച്ചുയർത്താൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അച്ഛാ? സ്വന്തം സഹോദരന്മാരാണല്ലോ അവളോട് ഈ ഒരു ചതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവളെ നോക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അലീനയുടെ വാക്കുകൾക്ക് ബാലചന്ദ്രന് മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അലീനയുടെ ന്യായങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം എപ്പോഴും നിശബ്ദനാകാറുണ്ട്. അങ്ങനെ അലീന കണിയാപുരം കോളനിയിലേക്ക് തിരിച്ചു. ബസ് ഇറങ്ങി ശരണ്യയുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ വഴിയിൽ വെച്ച് ഒരാൾ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഓഹോ, നീ വീണ്ടും വന്നോ? ഇന്നലെ കിട്ടിയതൊന്നും നിനക്ക് പോരേടി? അലീന ശാന്തമായി തന്നെ മറുപടി നൽകി. ചേട്ടാ, എനിക്ക് ശരണ്യെ ഒന്ന് കാണണം. നീ എന്തിനാ എപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ അവൾക്ക് ആശ്വാസം കൊടുക്കാനും അവളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് എന്ന് അലീന മറുപടി പറഞ്ഞു. നിന്റെ സഹായം അവൾക്ക് വേണമെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? മര്യാദക്ക് തിരിച്ചു പോയിക്കോ, വെറുതെ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അയാൾ അലീനയെ വിരട്ടി. ചേട്ടാ, ഞാൻ പ്രശ്നമുണ്ടാക്കാൻ വന്നതൊന്നുമല്ല, എനിക്ക് അവളെ കണ്ടേ പറ്റൂ എന്ന് അവൾ എൻ്റെ അനിയത്തിയെ പോലെയാണെന്നും അലീന ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അയാളൊന്ന് അന്താളിച്ചു പോയി. നീ ആ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ വരുന്നത്? ശരണ്യെ സ്വാധീനിച്ച് കേസ് ഒതുക്കാൻ വേണ്ടിയിട്ടാണോ നിന്റെ പരിപാടിയെന്ന് അയാൾ സംശയിച്ചു. ഒരിക്കലുമില്ല ചേട്ടാ, ഞാൻ അവളുടെ ഒപ്പമാണ്. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ തടയണ്ട എന്ന് പറഞ്ഞ് അലീന മുന്നോട്ട് നടന്നു. ശരണ്യയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഗോപാലൻ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയോ? നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അയാൾ ദേഷ്യപ്പെട്ടു. അത് എനിക്ക് ശരണ്യെ ഒന്ന് കാണണമെന്ന് അലീന പറഞ്ഞപ്പോൾ അവളെ നീ ഇപ്പോൾ കാണണ്ട. നീ എന്തിനാ അവളെ കാണുന്നത്? ഗോപാലൻ ചോദിച്ചു. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ഞാൻ അവളുടെ കൂടെയുണ്ടെന്ന് എനിക്ക് പറയണം. അവൾക്ക് താങ്ങുതണലുമായി നിൽക്കണമെന്ന് അലീന പറഞ്ഞു. അതിനൊക്കെ ഇനി ഇവിടെ ഞങ്ങളുണ്ട്. എൻ്റെ പെങ്ങളുടെ കാര്യം നോക്കാനൊക്കെ എനിക്കറിയാം. നിന്റെ സേവനമൊന്നും ഇവിടെ വേണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ. ഇന്നലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോപാലൻ അവളെ വിരട്ടി. പക്ഷേ അലീന കുലുങ്ങിയില്ല. ഞാൻ അവളെ കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ അവൾക്ക് ആശ്വാസം നൽകിയില്ലെങ്കിൽ പിന്നീട് അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റില്ല എന്നും അലീന തറപ്പിച്ചു പറഞ്ഞു. ആ സമയത്താണ് ശരണ്യയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയെ കണ്ടപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, മോനെ, അവൾ പോയി കാണട്ടെ. അലീന മോളെ, നീ മുറിയിലേക്ക് പോയിക്കോ എന്ന് പറയും. ഇന്നലെ അലീന വന്നതിന് ശേഷമാണ് ശരണ്യ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പോലും തയ്യാറായത്. അതുകൊണ്ടാണ് അവർ അലീനയെ കണ്ടപ്പോൾ അവൾക്കൊരു ആശ്വാസം കിട്ടുമെന്ന് അമ്മ കരുതി. ഗോപാലൻ അത് കേട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. ഇതേ സമയം വൈജയന്തി ബബിതയെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കും. ബബിത പറയുന്നുണ്ട്, ഇവിടെ ഭയങ്കര വിശേഷം തന്നെയാണമ്മേ. ആ അലീന ഇന്നലെ ആ ഒരു ശരണ്യയുടെ വീട്ടിലേക്ക് കാണാവളെ പോയിരുന്നു. എന്തിനെന്ന് വൈജു ചോദിച്ചപ്പോൾ അവൾക്ക് ആശ്വാസം പകരാൻ വേണ്ടിയിട്ടാണത്രേ പോയത്. രോഹിതേട്ടനും ഹരിയേട്ടനും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ശരണ്യയുടെ കൂടെ നിൽക്കുന്നത് എന്ന് ബബിത പറഞ്ഞു. നിന്റെ അച്ഛനൊന്നും പറഞ്ഞില്ലേ എന്ന് വൈജയന്തി ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ അച്ഛനും കൂടി അവളെ സപ്പോർട്ട് ചെയ്യാണമ്മേ എന്ന് പറയാണ് ബബിത. ഞങ്ങൾ ആര് പറഞ്ഞാലും അവൾ കേൾക്കില്ല. അവളുടെ തോന്നിയാസമല്ലേ അവൾ കാട്ടിക്കൂട്ടുന്നത്. ഇന്നലെ അവിടെ ചെന്നപ്പോൾ നാട്ടുകാരവളെ മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാൻ നോക്കിയതൊക്കെ കേട്ടു. ബബിത പറയാണ്, ശരിക്കും അവളെ അങ്ങ് കത്തിക്കേണ്ടതായിരുന്നു. എങ്കിൽ ആ ശല്യം അങ്ങ് തീർന്നു കിട്ടിയേനെന്ന് വൈജയന്തി അരിശത്തോടെ പറയും. അച്ഛനും കൃഷ്ണമോളുമൊക്കെ അവളുടെ സൈഡിലാണ്. അവൾ പറയുന്നതാണല്ലോ ഇവിടുത്തെ വേദവാക്യമെന്ന് ബബിത സങ്കടപ്പെട്ട് പറയുന്ന സമയത്തിന് വൈജയന്തി ദേഷ്യത്തോടെ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. ബബിതക്കും ആകെ ടെൻഷനായിരുന്നു. ബബിതക്കാണെങ്കിൽ അമലിനെ ഒന്ന് കാണാൻ പോലും പോകാൻ പറ്റുന്നില്ല. അച്ഛനും കൃഷ്ണമോളൊക്കെ എപ്പോഴും വീട്ടിലുണ്ട്. പുറത്തു പോയാൽ അവർക്ക് സംശയം തോന്നും. കോളേജിൽ പോകുന്നില്ലെന്നും അച്ഛനറിയാം. അമ്മയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ അന്വേഷിക്കും. ഹരിയുടെ കൂട്ടുകാരൻ്റെ കയ്യിലുള്ള തൻ്റെ വീഡിയോ എങ്ങാനും അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ ജീവിതം അങ്ങ് തകർന്നു പോകും. കൃഷ്ണമോൾക്കാണെങ്കിൽ പല കാര്യങ്ങളും അറിയാം. അവൾ ഇനി എങ്ങാനും അലീനയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടാകുമോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ബബിത അങ്ങനെ ആകെ നീറി നിൽക്കുകയായിരിക്കും. അലീന നേരെ ശരണ്യയുടെ മുറിയിലേക്ക് ചെന്നു. അന്നേരം ശരണ്യ തിരിഞ്ഞു കിടക്കുകയായിരുന്നു. അലീന പതുക്കെ ശരണ്യെ വിളിച്ചു. അലീനെ കണ്ടപ്പോൾ ശരണ്യ ഒന്ന് നോക്കി. പേടിക്കേണ്ട മോളെ, ഞാൻ ഇന്നും വന്നല്ലോ എന്ന് അലീന പറഞ്ഞു. എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ധൈര്യം വേണം. മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അലീന അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ അലീന അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. സങ്കടപ്പെടേണ്ട മോളെ, നിനക്ക് ചേച്ചിയായിട്ട് ഇനി ഞാനുണ്ട്. എല്ലാ ദിവസം വരാൻ പറ്റിയില്ലെങ്കിലും നിന്നെ ഞാൻ കാണാൻ ഓടി വരും. നീ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് അലീന പറഞ്ഞു.
അലീന ശരണ്യയുടെ അമ്മയോട് കുറച്ച് ചോറ് ചോദിക്കാണ്. മോൾക്കല്പം വാരി കൊടുക്കാമെന്ന് പറഞ്ഞ് അലീന ആ ഒരു ചോറ് വാങ്ങിച്ചു. ആദ്യം വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അലീന വിട്ടുകൊടുത്തില്ല. നീ കഴിച്ചില്ല എങ്കിൽ നിന്റെ അച്ഛനും അമ്മക്കും സങ്കടമാവില്ലേ, അവർക്ക് നീ താങ്ങാവേണ്ടതല്ലേ എന്ന് പറഞ്ഞ് അലീന സ്നേഹത്തോടു കൂടെ തന്നെ നിർബന്ധിക്കാണ്. പതുക്കെ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അലീന ചോറ് വാരി കൊടുത്തു. ആ കാഴ്ച കണ്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവൾ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കഴിച്ചു കഴിഞ്ഞപ്പോൾ അലീന അവളെ കൈപ്പിടിച്ച് മുറിക്കുള്ളിൽ തന്നെ നടത്താൻ തുടങ്ങി. ഈ ഇരുട്ടുമുറിയിൽ നിന്റെ ജീവിതം തീർക്കാനുള്ളതൊന്നുമല്ല മോളെ, നീ പുറത്തേക്ക് വരണം. നീ തല കുനിച്ച് നടക്കേണ്ടവളൊന്നുമല്ല, തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം. ഇങ്ങനെ മുറി അടച്ചിരുന്ന നിനക്ക് നിന്റെ വീട്ടുകാർക്കും ജീവിതം നഷ്ടപ്പെടുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സന്തോഷമായി ജീവിക്കും. അതുകൊണ്ട് നീ ധൈര്യം കാണിക്കണം. നിനക്ക് നീതി വാങ്ങിക്കാൻ ഈ ചേച്ചി നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് അലീന ഉറപ്പ് നൽകി. ഇത് കേട്ടപ്പോൾ അവളുടെ കണ്ണിൽ ഒരു പുതിയ തിളക്കം വരുന്നത് അലീന ശ്രദ്ധിച്ചു. ശരണ്യയുടെ അമ്മ പുറത്തിറങ്ങി സന്തോഷത്തോടു കൂടി തന്നെ അച്ഛനോടും മക്കളോടും പറയുന്നുണ്ട്, മോളെഴുന്നേറ്റ് ചോറ് കഴിച്ചു എന്ന്. അലീനയ്ക്ക് എന്തോ ഒരു പ്രത്യേക കഴിവുണ്ട്. അവൾ പറയുന്നത് കേട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞു. ഗോപനോട് ഇനി അലീനയെ തടയരുതേ എന്നും അവർ നിർദ്ദേശിച്ചു. അവളെക്കൊണ്ട് നമ്മുടെ മോളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അവർക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ അലീന പുറത്തിറങ്ങി മാതാപിതാക്കളോട് സംസാരിച്ചു. മോളെ ഒരിക്കലും മുറിയിൽ അടച്ചിടരുന്ന്, അവൾ പുറത്തിറങ്ങട്ടെ, ആൾക്കാരോടൊക്കെ സംസാരിക്കട്ടെ, അപ്പോൾ മാത്രമേ അവളുടെ മനസ്സിലുള്ള വേദനകളൊക്കെ മാറൂ എന്ന് അലീന പറയും. നാളെ വരാമെന്നും പറഞ്ഞ് അലീന അവിടെ നിന്നും ഇറങ്ങി. അലീന നേരെ ഷാജിയണ്ണൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവർ അലീനയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ വസ്ത്രങ്ങളൊക്കെ നൽകി. അലീനയ്ക്ക് ഇപ്പോൾ വലിയ ആത്മവിശ്വാസമാണ്. ശരണ്യെ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ തനിക്ക് പറ്റുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അലീനയുടെ ആ ഒരു ആത്മവിശ്വാസമൊന്നും വെറുതെ ആയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന ശരണ്യയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ മുമ്പത്തേക്കാൾ വലിയൊരു മാറ്റം അവിടെ പ്രകടമായിരുന്നു. ശരണ്യ മുറിക്കുള്ളിൽ അടച്ചിരിക്കാതെ ഉമ്മർത്ത് വന്നിരിക്കുന്നത് കണ്ട് അലീനയുടെ മനസ്സിൽ ഒരു കുളിർമ തോന്നി. ശരണ്യെ നോക്കി അലീന പുഞ്ചിരിച്ചു. കണ്ടോ, ഇതാണ് വേണ്ടത്, എൻ്റെ മോൾക്ക് വേണ്ടത് ഇത് തന്നെയാണ്. ഈ വെളിച്ചത്തിലേക്കാണ് നീ വരേണ്ടത്, അലീന അവളുടെ അരികിലിരുന്നു കൊണ്ട് പറഞ്ഞു. അതേസമയം ഹരിയും രോഹിത്തും തങ്ങൾ രക്ഷപ്പെടുമെന്ന അഹങ്കാരത്തിലായിരുന്നു. എന്നാൽ അലീന രഹസ്യമായി ശേഖരിച്ചു വെച്ച തെളിവുകൾ ഷാജിയണ്ണൻ്റെ സഹായത്തോടു കൂടി തന്നെ പോലീസിന് കൈമാറി. ബബിതയുടെ കൈവശമുള്ള ആ ഒരു ചില വീഡിയോകൾ കൂടി പുറത്തു വന്നപ്പോൾ അവൾ ആകെ പരിഭ്രാന്തിയിലായിരുന്നു. അലീനയോട് മാപ്പിരുന്നാൽ താൻ രക്ഷപ്പെടുമോ എന്ന് പോലും അവൾ ചിന്തിച്ചു. വൈജയന്തി ബബിതയൊക്കെ അലീനയെ തടയാൻ നോക്കിയെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ബാലചന്ദ്രൻ അലീനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി. കോടതിയിൽ ശരണ്യെ നേരിട്ട് തന്നെ മൊഴി നൽകാൻ തീരുമാനിച്ചു. അലീന നൽകിയ ധൈര്യമായിരുന്നു അവളുടെ കരുത്ത്. തെറ്റ് ചെയ്തവർ എത്ര ഉന്നതരാണെങ്കിലും അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന് അലീന കോടതിക്ക് മുൻപിൽ ഉറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ ഹരിക്ക് ജയിൽ ശിക്ഷ ലഭിക്കുമ്പോൾ അത് വലിയ നീതിയുടെ വിജയം തന്നെയായി മാറി. രോഹിത് ഇതിൽ നിരപരാധിയായതുകൊണ്ട് തന്നെ ശരണ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രോഹിത് മാത്രം നിരപരാധിയായി വിധിക്കപ്പെട്ടു. തിരികെ വീട്ടിലേക്കെത്തിയ അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ശരണ്യ കരഞ്ഞു. അത് സങ്കടം കൊണ്ടായിരുന്നില്ല, ഒരു പുതിയ ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു. ശരണ്യയെ വീണ്ടും കോളേജിലേക്ക് അയക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തം അലീന ഏറ്റെടുത്തു. തളർന്നു പോയ ഒരു പെൺകുട്ടിയെ സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ പ്രാപ്തയാക്കിയ സംതൃപ്തിയോടെ അലീന തൻ്റെ പോരാട്ടം തുടരാൻ തന്നെ തീരുമാനിച്ചു. മനുവും അലീനയുടെ ഈ ഒരു ധീരമായ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അവൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.